സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കുകയാണ്. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം പരാജയപ്പെട്ടത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണെങ്കിലും പല വിഷയങ്ങളുണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാനായി പ്രതിപക്ഷത്തിന്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ചർച്ചകൾ നടക്കുന്നതാണെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട്, നികുതി ഘടന കുറച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടിയാലോചനകളില്ലാതെ, കൂട്ടുത്തരവാദിത്തമില്ലാതെ ഒറ്റയാൾ തീരുമാനം വി.ഡി. സതീശൻ എടുത്തു എന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പായി നിൽക്കുമ്പോൾ ആ വിഷയം ഇന്ന് തന്നെ സഭയിൽ ഉന്നയിച്ചേക്കുമോ? അമൃത ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭാ സമ്മേളന കാലയളവ് ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയാണ് സഭാ സമ്മേളനത്തിൻ്റെ അജണ്ട. ഇതിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ ബജറ്റിൽ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊക്കെ ഇന്ന് സഭയിൽ ഉന്നയിക്കുകയും സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതിൻ്റെ നികുതി ഇളവ് നൽകുക, അതോടൊപ്പം തന്നെ കരിമണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികൾക്ക് അനുവാദം നൽകുക തുടങ്ങിയ വിഷയങ്ങൾ ഉറപ്പായും സഭയിൽ ഉയർന്നു വന്നേക്കും. അതുകൂടാതെ PM-3 വിഷയത്തിലെ UDF സർക്കാരിന്റെ നിലപാടും സഭയിൽ ചോദ്യം ചെയ്തേക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിനുണ്ടായ പിഴവടക്കം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കുകയും സഭയിൽ കൂടുതൽ ആ വിഷയങ്ങൾക്ക് മേൽ ചർച്ച ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇന്നലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അടക്കം മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയത്. പ്രത്യേകിച്ച് ഈ സ്വകാര്യവൽക്കരണം, അതോടൊപ്പം തന്നെ ഈ മദ്യ നിർമ്മാണം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർമ്മാണം വർദ്ധിപ്പിക്കുക വിഷയത്തിൽ സർക്കാർ അത് UDF നിലപാടല്ല, അത് കോൺഗ്രസിന്റെ നിലപാടല്ല, സർക്കാർ അതിൽ നിന്നും പിന്നാക്കം പോകണമെന്ന് ഒരു കോൺഗ്രസിലെ മുതിർന്ന നേതാവ് അടക്കം പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായിരിക്കും. പിന്നീട് എന്നാൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ അവരൊരു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. സഭയിൽ ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പുറത്തു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഇത് വയോജനങ്ങൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കുമൊക്കെ പ്രയോജനകരമാകുന്ന, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് സംരക്ഷണവും യുവാക്കൾക്ക് ജോലിയും നൽകുന്ന ബജറ്റാണിത്. ഒരു പുതുയുഗ കേരളത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അതോടൊപ്പം തന്നെ സംസ്ഥാനം വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുമ്പോഴും വലിയ പദ്ധതികൾ നമുക്ക് പ്രഖ്യാപിക്കാനായി നികുതി വർദ്ധിപ്പിച്ചിട്ട് അത്തരം ബജറ്റിന്മേലുള്ള വലിയ പുകഴ്വാചകങ്ങൾ അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇത് തന്നെയായിരിക്കും ഇപ്പോഴും സഭയിൽ ഉയർത്തുക. അതോടൊപ്പം തന്നെ PM-3 വിഷയത്തിൽ നേരത്തെ LDF സർക്കാരിന്റെ നിലപാടും സഭയിൽ ഉറപ്പായും ചോദ്യം ചെയ്തേക്കും. പകർച്ചവ്യാധി വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ നേരത്തെ ആരോഗ്യ മേഖലയിലെ വീഴ്ച അടക്കം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം ഒരിക്കൽ കൂടി രംഗത്തെത്തുന്നത് നമുക്ക് കാണാം. ഏതായാലും സഭ 24 വരെയാണ് ഈ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്കായിട്ടുള്ള സഭ സമ്മേളിക്കുക. അത് കഴിഞ്ഞ് 28, 29 തീയതികൾ ധനാഭ്യർത്ഥന ചർച്ചയും ജൂലൈ 1 ചേരുന്ന സഭാ സമ്മേളന ദിവസം അന്ന് ഈ ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് മേലുള്ള ബില്ലും പാസ്സാക്കി സഭ പിരിയുകയാകും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഏതായാലും കേരളത്തിൽ ഈ വലിയ ചർച്ചകൾക്ക് വേദിയായ, വലിയ വിവാദങ്ങൾക്ക് കാരണമായ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ സഭാ സമ്മേളനകാലം ആ വിഷയങ്ങളാൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അമൃത ഗോകുൽ. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.